ഒരു സീനുണ്ട്, അസീസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, അപ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നാളെ വിളിക്കാം. ശരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളി പോയി. അങ്ങനെ ഹർഷ എന്നെ വിളിച്ചിട്ട് ഡയറക്ടറിൻ്റെ കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് ഡയറക്ടർ സന്തോഷ് ചേട്ടൻ സീൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ പുള്ളിയെ വെച്ച് ഓട്ടോറിക്ഷയിൽ സിറ്റിയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഡയലോഗാണ്, നല്ല ഡയലോഗ്. അസീസിനാണ് മെയിൻ ഡയലോഗ്. ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷയല്ല. ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഓട്ടോറിക്ഷ ഓട്ടിക്കാൻ അറിയത്തില്ല, കാരണം എവിടെയെങ്കിലും കൊണ്ട് തള്ളിയല്ലോ വിട്ടാൽ എൻ്റെ അമ്മോ. ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോറിക്ഷ അറിയത്തില്ലാണ്. അറിയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഒരുവിധം ഓട്ടിക്കും ഞാൻ, പക്ഷെ മമ്മൂക്ക ആയതുകൊണ്ടാണ് ഞാൻ അറിയത്തില്ലെന്നു. അങ്ങനെ എന്ത് ചെയ്ത് അത് കളഞ്ഞ ശേഷം മമ്മൂക്ക ഇപ്പൊ നാളെ ഷൂട്ട് എടുക്കണത്, നാളെ എന്താ സീൻ എന്ന് ചോദിക്കും. അപ്പൊ നാളെ ഓട്ടോറിക്ഷ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴ് അത് ആരും ആയിട്ടില്ല. അപ്പൊ ഞാൻ മമ്മൂക്കയുടെ അടുത്തുനിന്ന് പോയല്ലേ, അവനെ വിളി, അസീസിനെ വിളി, കാരണം പുള്ളി അടുത്ത് പോയോണ്ട് പുള്ളി പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അപ്പൊ എന്നെ ഉടനെ ഹർഷം വിളിക്കണം, അസീസേ നീ എന്നെ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ഓട്ടി. അല്ല മമ്മൂക്ക പറഞ്ഞു അത് മെയിൻ സംഭവങ്ങൾ ഗ്രീൻ മേറ്റഡാന്ന് പറഞ്ഞു സ്റ്റുഡിയോയിൽ. അങ്ങനെ മെയിൻ ഡയലോഗ്, ലെങ്തി ഡയലോഗ് പോർഷൻസ് സ്റ്റുഡിയോയിലായിരുന്നു വണ്ടി ഓടിച്ച. അതിനുശേഷം മമ്മൂക്കയെ ഞാൻ ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോകുന്ന സീൻ എടുത്തേ പറ്റൂ. അത് ഞാൻ അടിപൊളിയായിട്ട് ഓട്ടിച്ചു. അപ്പൊ മമ്മൂക്ക എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഓട്ടോറിക്ഷ ഓട്ടിക്കാൻ അറിഞ്ഞോടുന്നില്ലടാ പറഞ്ഞ. ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ ആ സീൻ നന്നായിട്ട് എടുത്തുകൂടായിരുന്നു, വെറുതെ ഗ്രീൻ മേറ്റിട്ട് അത് മാറ്റിയെടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞ മാറ്റിയെടുക്കണോ? ഞാൻ പറഞ്ഞു ഞാൻ പറടാ, ഞാൻ ഡേറ്റ് തരാടാ. എന്റെ അടുത്ത് ഓട്ടോറിക്ഷക്കകത്തിരുന്നല്ലോ നമുക്ക് പറയാം, ഞാൻ ഡേറ്റ് തരാം, എന്നെ പഠിക്കണ്ട, അത് നന്നായിട്ട് എടുക്കാം ആ സീൻ. വേണോ വേണ്ടേ? ഞാൻ എടാ പറ വേണോ, നന്നായിട്ട് എടുക്കണോ? അവനെ മാറ്റാം. ഓക്കെ. എന്നിട്ട് ഡയറക്ടറിനെ വിളിച്ച് പുള്ളി സന്തോഷേ ആ ഡയറക്ടറിനെ വിളി. അസീസ് പറഞ്ഞ് മറ്റേ സീൻ കൊള്ളത്തില്ല, അതൊന്നും മാറ്റിയെടുക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞല്ലോ മാറ്റണോ? പുള്ളി വെറുതെ കളിച്ചതാണ്. പുള്ളിയിട്ടാണ് അങ്ങനെയാണ് ആ സീൻ ചെയ്തത്. പക്ഷെ മമ്മൂക്ക ഭയങ്കര സപ്പോർട്ട്. മമ്മൂക്കാരുടെ അടുത്ത് അഭിനയിക്കാൻ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, ഒരുവിധം എല്ലാവർക്കും ചെറിയൊരു ഭയം കാണും. പെട്ടെന്ന് അഭിനയിച്ച് തീർക്കാൻ തോന്നും, അപ്പൊ നമുക്ക് സ്പീഡ് കൂടും. അപ്പൊ പുള്ളി നിർത്തിക്കും, എവിടെ പോകണം, അഭിനയിച്ചിട്ട് എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ല, സ്ലോ. ഇതിപ്പോ ഒരു 100-ൽ 80% കയറി, സ്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തരും പുള്ളി. പക്ഷെ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനാണ്, പ്രത്യേകിച്ച് അസീസിക്ക് മറ്റേ ബസ്സിൽ പിള്ളേര് പോകുമ്പോ അങ്ങനെ ഒരു വണ്ടിയെ പോയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു വണ്ടി പോകും അസീസ കൈ കാണിക്കാം. ഞാൻ അപ്പൊ അതൊക്കെ അവർ മറ്റേ ടെസ്റ്റ് ചെയ്ത് കയറ്റിയതല്ലേ. ഓക്കെ. ഇക്ക സ്റ്റാർ മാജിക്കിലെ വീഡിയോസ് ഫുൾ വൈറലാണ്. നിങ്ങൾ കൗണ്ടർ രാജാക്കന്മാരുടെ ഒരു മേളമാണത്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഞാന്